ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടും അതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എഗ്ഷെൽസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ എഗ്ഷെൽസ് അങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. പിന്നെ ഞാനിവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാർഡ്ബോർഡിൻ്റെ ഒരു മേലെ ഭാഗം അങ്ങനെ പൊളിച്ചെടുത്തിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതും ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ അങ്ങനെ ഒരു സ്ട്രിപ്പ് പോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫ്രെയിം പോലെ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ്ബോർഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീതിയിൽ ഇനി ഞാനിത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് 4 സൈഡിലേക്കും. അപ്പോൾ അതിനനുസരിച്ച പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലൂ ഗണ്ണിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നത് കാണിക്കാത്തത് അത്രയും ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മൾ എക്സ്ട്രാ വരുന്ന ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള ഒരു കാർഡ്ബോർഡ് പൊളിച്ചിട്ടുള്ള പീസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഇങ്ങനെ കാർഡ്ബോർഡിൻ്റെ പീസാണെങ്കിലും 4 സൈഡിലും വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പെയിൻറ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് വാങ്ങിച്ചതാണ് പുതിയത്. ഒരു ബ്രഷും വാങ്ങിച്ചിട്ടുണ്ട്, പുതിയ ബ്രഷാണ് കേട്ടോ ഇത്. നല്ല ബ്രഷാണ്, നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷാണ്, ഒരുപാട് റേറ്റ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാനിത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ആ നടുക്ക് മാത്രം പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, ആ ഫ്രെയിമിന് പെയിൻറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നപ്പോൾ അത്രയ്ക്കൊരു ഭംഗിയില്ലായിരുന്നു കേട്ടോ. ആ ഒരു കാർബണിൻ്റെ കളറൊക്കെ ഇങ്ങനെ കാണുക, പിന്നെ അത്ര ഒരു ഭംഗിയില്ല. അപ്പോൾ പിന്നെ ഞാൻ 2 കോട്ട് പെയിൻറ്റ് അടിക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ ആ ഫ്രെയിമിനൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എക്സസ് ഒക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫെവിക്കോൾ വെച്ചിട്ട് ഞാൻ ആദ്യം ആ ഒരു കാർഡ്ബോർഡിൻ്റെ മേലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫെവിക്കോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നല്ലൊരു ഫ്ലവറിനെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എക്സസ് ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മൾ ആദ്യം ചെറിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ആദ്യം ഒട്ടിച്ചു കൊടുക്കുക, പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്ത പീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഡോട്ട് ഇട്ട് കൊടുത്ത ആ ഭാഗത്ത് മുഴുവനായിട്ടും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അധികം ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എക്സൽ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബോട്ടിലൊക്കെ ഒട്ടിക്കുന്ന പോലെയല്ല നമ്മളിവിടെ എക്സൽ ഒട്ടിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മൾ എക്സലിൻ്റെ ഒരു അകത്തുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഇങ്ങനെ പുറത്തോട്ട് കാണുന്ന രീതിയിലാണ് നമ്മളിവിടെ ആ ഒരു കുഞ്ഞു കുഞ്ഞു പീസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം ഗ്യാപ്പും ഇല്ല, എന്നാൽ ഇങ്ങനെ ഭയങ്കര അടുത്തിട്ടുമല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുണ്ടല്ലേ അങ്ങനെ കാണാനായിട്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ 2-3 ഫ്ലവറും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എക്സൽ ഒട്ടിക്കുന്ന പോലെ കമഴ്ത്തി വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ കുറച്ചുകൂടി ഒരു ഭംഗി ഈ ഒരു ടൈപ്പ് ഫ്ലവറിന് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ആയിരിക്കും. കാരണം അങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പിന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ക്യാമറയിൽ അത്രയ്ക്ക് അങ്ങ് മനസ്സിലാകുന്നില്ല. പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് ആ ഒരു റൗണ്ട് ഷേപ്പ് അതുപോലെ എക്സൽ ഒട്ടിച്ചപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 4 ഫ്ലവർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 വലിയതും പിന്നെ ഒരു ചെറിയൊരു ഫ്ലവർ, പിന്നെ ഒരു ഹാഫ് ആയിട്ടുള്ള ടൈപ്പ് ഫ്ലവറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇനിയിപ്പോൾ നമുക്കിതിന് കുറച്ച് ലീവ്സും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡ് തന്നെയാണ്. അപ്പോൾ കാർഡ്ബോർഡിൽ കുറച്ച് ഇങ്ങനെ ലീവ്സ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചൊരു വലിയൊരു ടൈപ്പ് ലീവ്സാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനിത് ഫെവിബോണ്ട് യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കാരണം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ഞാനിവിടെ ഫെവിബോണ്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള ഫെവിബോണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഫെവിബോണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു സമയം ഇങ്ങനെ ആദ്യം ഒന്ന് സ്റ്റിക്കായി കിട്ടാൻ ടൈം എടുക്കും. പക്ഷേ പിന്നീട് നല്ല രീതിയിൽ തന്നെ അത് സ്റ്റിക്കായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ലീവ്സൊക്കെ ഇങ്ങനെ ഏകദേശം ആ ഒരു ഫ്ലവറിൻ്റെ 2 സൈഡിലൂടെയും പിന്നെ താഴെ ഭാഗത്ത് ഇപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്ലവറിന് നമുക്കൊരു പോട്ട് പോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാർഡ്ബോർഡിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഈ ഫെവിബോണ്ട് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആദ്യം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ബാക്കി ആ ഒരു ലീവ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു പോട്ടിൻ്റെ മേലുള്ള ഒരു ബോർഡറിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ ആ കാർഡ്ബോർഡ് ഫ്രെയിമിന് ചെയ്തില്ല, അപ്പോൾ അതിൻ്റെ ബാക്കി ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പോട്ട് കാണാൻ നല്ലൊരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെ ആയിട്ടുണ്ടല്ലേ, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഞാൻ കുറേ ലീവ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പക്ഷേ അതിൻ്റെ നടുക്കുള്ള ഒരു ലീവ്സ് ഇങ്ങനെ വലിയൊരു ലീവ്സ് ആയിരുന്നു. അപ്പോൾ അത് അത്രയ്ക്കൊരു ഭംഗിയില്ല കേട്ടോ. പിന്നെ ഞാനതിങ്ങനെ പറിച്ചെടുത്തിട്ട് പിന്നെ അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ലീവ്സ് പോലെ ആക്കിയിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ആയ സമയത്ത്
അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സും ലീവ്സും പോട്ടൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് ആ ഒരു ഫ്ലവർ ഇങ്ങനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് എക്ഷൽസ് ഒക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഡാർക്ക് കളർ തന്നെയാണെന്ന്. അപ്പോൾ കുറച്ചും കൂടി ഒരു ലൈറ്റ് കളർ ആകുമ്പോൾ ആയിരിക്കും ഭംഗി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ആ ഒരു ബ്ലൂവും പിന്നെ കുറച്ച് വൈറ്റ് ആക്രിലിക് പെയിൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് നല്ല ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു ലൈറ്റ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ആ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു കളറായ സമയത്ത്. കാരണം നമ്മളൊരു ഹൈഡ്രേഞ്ച ഫ്ലവറിൻ്റെ ലുക്കിലാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹൈഡ്രേഞ്ച ഫ്ലവർ കണ്ടവർക്ക് മനസ്സിലാവും നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. ലൈറ്റ് ബ്ലൂ പിന്നെ അതുപോലെ ലൈറ്റ് പിങ്ക് ഒക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ആ ഒരു ലൈറ്റ് ബ്ലൂ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒരു ഫ്ലവർ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ആ ഒരു ഡാർക്ക് പിങ്ക് ആയിരുന്നല്ലോ നമ്മളെ കയ്യിലുള്ളത്. അത് ഇതുപോലെ തന്നെ വൈറ്റും ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ആ ഒരു ലൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇടയ്ക്ക് കുറച്ചൊരു ഡാർക്ക് കളറും കൂടെ കാണുമ്പോഴായിരിക്കും ഭംഗി. ഹൈഡ്രേഞ്ച ഫ്ലവറിന് കാണാമല്ലോ ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് മാത്രം ഒരു ഡാർക്ക് കളർ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഡാർക്ക് പിങ്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഭംഗി ഇല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ലൈറ്റ് ഷെയ്ഡ് തന്നെ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു ഡാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഞാൻ ആ ഒരു ബ്ലൂവിനും ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ബ്ലൂ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അങ്ങനെ വന്ന സമയത്ത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു ഫ്ലവർ ഇങ്ങനെ ഒന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ആ ബ്ലാക്കിലേക്ക് ഇങ്ങനെ നല്ലൊരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കളേഴ്സൊക്കെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഹാഫ് ആയിട്ടുള്ള ആ ഒരു ഫ്ലവറിന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് യെല്ലോ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഫ്ലവറിന് ഞാനിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളറൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്യാതെയും കൂടി ഇരിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ലീവ്സൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാപ്പ് ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് ആ ഒരു ലീവ്സൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ലീഫിന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഫ്ലവേഴ്സിന് നല്ലൊരു ഭംഗിയുള്ളത്. നല്ലൊരു ഹൈഡ്രേഞ്ച ഫ്ലവർ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ കാണാൻ. ഇനിയിപ്പോൾ നമുക്ക് ആ പോട്ടിനും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് ബ്രൗൺ ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആ പോട്ടും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ ആ ഒരു ലീവ്സ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നുക. അപ്പോൾ പിന്നെ അതിന് ചെറുതായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റ് യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു തിന്നായിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൈൻസ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ ആ ഒരു വാൾഡെക്കറിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് ആ പ്ലെയിൻ ആയിട്ടുള്ള ലീവ്സ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞെന്ന് വെച്ച് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ആ ഒരു സൈഡിൽ ഇങ്ങനെ ഫ്ലവറിൻ്റെ അടുത്ത് ഇങ്ങനെ ലീവ്സ് ഒന്നും ഇല്ലാത്തപ്പോൾ അത്രക്കൊരു ഭംഗി ഇല്ലാത്ത പോലെ തോന്നുക. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഒരു ലീവ്സും കൂടെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ആ ഒരു വാൾഡെക്കറിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇനിയിപ്പോൾ ആ പെയിൻറ്റൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിനൊന്നും ഇങ്ങനെ വാർണിഷും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടി. പിന്നെ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടുള്ള വാർണിഷായിരുന്നു കേട്ടോ. ഇപ്പോൾ വാർണിഷൊക്കെ അടിച്ച് നന്നായിട്ട് ഇന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. പിന്നെ ആ ഒരു വൈറ്റ് എക്സൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെയും കൂടെ ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ടൊരു യെല്ലോയിഷ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ലൈറ്റ് കളർ ആയിട്ടുണ്ട്. കാരണം വുഡ് വാർണിഷ് ആണല്ലോ നമ്മൾ അപ്ലൈ ചെയ്തത്, അതുകൊണ്ടാണ്. നമ്മൾ ആ ഒരു ഫ്രെയിമൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. പക്ഷേ ആ ഒരു ഫ്രെയിമിന് ഞാനിവിടെ പ്രത്യേകിച്ച് ടച്ചിങ്സ് ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെറ്റാലിക് ഗോൾഡ് അല്ലെങ്കിൽ കോപ്പറൊക്കെ വെച്ചിട്ട് ആ ഒരു ഫ്രെയിമിനൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഞാൻ പക്ഷേ അങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരുന്നിട്ട് നടുക്ക് ഭാഗം മാത്രം ഇങ്ങനെ കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ആ ഒരു ഹൈഡ്രേഞ്ച ഫ്ലവറും അതുപോലെ തന്നെ ആ ഒരു ലീവ്സും പോട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ലീവ്സ് ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് ചെറിയ സൈസിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ഫ്ലവറും കൂടെ ഒക്കെ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴായിരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വാൾഡെക്കർ മൊത്തത്തിലൊന്ന് സൈസ് കൂട്ടിയാലും മതി. അപ്പം ഞാൻ ആ ഒരു ലീവ്സ് ഇങ്ങനെ കുറേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് ചെയ്യാൻ പറ്റാതായത്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ലൊരു കിഡിലും വാൾഡെക്കറാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. എക്സൽസും അതുപോലെ കാർബോണിൻ്റെ പീസൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. പിന്നെ അതൊന്ന് ഒട്ടിച്ചെടുക്കാനുള്ള ഒരു ഗമ്മിൻ്റെ ചിലവും പിന്നെ ഒരു പെയിൻറ്റിൻ്റെ ചിലവും മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് വീട്ടിലൊക്കെ കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു വാൾഡെക്കർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ലോക്ക്ഡൗൺ സ്പെഷ്യൽ നല്ല ഒരു ഭംഗിയുള്ള ഒരു വാൾഡെക്കറാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ.
ഒരുപാട് പേര് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കുറേശ്ശായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.